പണമുണ്ടാക്കാൻ ആളുകൾ നെട്ടോട്ടമോടുന്ന കാലമാണ്. ചൂത് കളിച്ചായാലും ആളുകളെ തല്ലിയിട്ടായാലും കാശ് ഉണ്ടാക്കണമെന്നാണ് പലരുടെയും മോഹം. അങ്ങനെ ചൂത് കളിച്ച ജിതേന്ദ്രൻ എന്നൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ജനുവരി 26-നായിരുന്നു മരണം. ഈ അടുത്ത കാലത്താണ് അയാൾ കല്യാണം കഴിച്ചത്. 2025 നവംബർ 25. ഭാര്യയുടെ പേര് ജ്യോതി. ജ്യോതിയും ജിതേന്ദ്രയും കുടുംബ വീടിനടുത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയായിരുന്നു താമസം. ജിതേന്ദ്രൻ നല്ലവനായിരുന്നു. ജ്യോതിയുമായി 9 വർഷത്തെ പ്രണയബന്ധത്തിനൊടുവിലായിരുന്നു ഈ ദാമ്പത്യ ജീവിതം തുടങ്ങിയതും ഒരുമിച്ച് ജീവിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ തന്നെ നമുക്കറിയാം ജിതേന്ദ്രന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇതൊക്കെ അവരുടെ 9 വർഷത്തെ സ്വപ്നങ്ങളാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജിതേന്ദ്ര ഒരു മഫ്ലറിൽ സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കുന്നു. അതിന് കാരണമായി ഭാര്യ ചൂണ്ടിക്കാണിക്കുന്നത് ഓൺലൈൻ ഗെയിമിംഗ്, ഗാംബ്ലിംഗിൽ 20,000 രൂപയുടെ നഷ്ടമുണ്ടായി. ആ നഷ്ടം സഹിക്കവയ്യാതെയാണ് തന്റെ ഭർത്താവ് സൂയിസൈഡ് ചെയ്തത് എന്നാണ് ആ യുവതി പറയുന്നത്. പോലീസ് ആദ്യം വിശ്വസിച്ചു. യുപിയിലെ ബറേലിയിൽ ബറേലി പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തുമ്പോൾ ഒരു വെന്റിലേറ്ററിൽ മഫ്ലറിൽ തൂങ്ങിക്കിടക്കുന്ന ജിതേന്ദ്രയുടെ മൃതദേഹം, താഴെ തട്ടിത്തെറിപ്പിച്ച നിലയിൽ ഒരു സ്റ്റൂൾ. ഇതൊക്കെ കണ്ട് പോലീസിന് ആദ്യം ഒരു വല്ലായ്മ തോന്നി. ഇത്രയും ഉയരവും ഇത്രയും വണ്ണവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഈ ഒരു മഫ്ലറിൽ ഇവിടെ തൂങ്ങിക്കിടക്കുമോ, തൂങ്ങി മരിക്കുമോ എന്നൊക്കെ ഒരു സംശയം സ്വാഭാവികമായും നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു സംശയം യുപി പോലീസിനും തോന്നി. അവരത് പുറത്ത് കാണിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. ആദ്യം അസ്വാഭാവിക മരണത്തിനും ആത്മഹത്യക്കും ഒക്കെ കേസെടുത്ത് അവർ ഈ സംഭവം ഒഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് പോലീസിന് ഗുട്ടൻസ് പിടികിട്ടിയത്. കാരണം മറ്റൊന്നുമല്ല, തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷതമുണ്ട് കഴുത്തിലൊക്കെ. അതിനപ്പുറം കഴുത്തിൽ മറ്റ് ചില ക്ഷതങ്ങൾ കൂടിയുണ്ട്. ആ ക്ഷതങ്ങൾ മരണത്തിന് മുമ്പ് സംഭവിച്ചതാണ്. മരണത്തിന് തൊട്ടു മുമ്പ് സംഭവിച്ച ക്ഷതങ്ങളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ പോലീസിന് കാര്യം പിടികിട്ടി. കൊലപ്പെടുത്തിയ ശേഷം തൂക്കിക്കെട്ടിയതാണ്. ഇതിനിടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനിടെ ജിതേന്ദ്രയുടെ സഹോദരൻ ഒരു പരാതി പോലീസിന് കൊടുത്തു. മരണത്തിൽ നീതി വേണം, എന്റെ സഹോദരന്റെ നീതി ലഭിക്കണം, മരണത്തെക്കുറിച്ച് കൃത്യമായി പോലീസ് അന്വേഷിക്കണമെന്നായിരുന്നു ആ പരാതിയുടെ സാരാംശം. ആ പരാതിയിൽ അയാൾ മറ്റു ചില വസ്തുതകൾ കൂടി വിരൽ ചൂണ്ടിയിരുന്നു. ഒന്ന്, 9 വർഷത്തെ പ്രണയത്തിന് ശേഷം ജ്യോതിയെ കല്യാണം കഴിച്ച ജിതേന്ദ്ര ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. സാധാരണ പ്രണയ വിവാഹമൊക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ കുറെ നാളുകളെങ്കിലും ഭാര്യയും ഭർത്താവും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അതീവ സന്തോഷമായിരിക്കും പ്രണയവിവാഹം സഫലമായല്ലോ എന്ന ചിന്തയിൽ. തന്റെ സഹോദരൻ ദുഃഖിതനായിരുന്നു എന്നാണ് പരാതിയിലെ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, ജിതേന്ദ്രന് ഇഷ്ടംപോലെ സ്വത്തിന്റെ ആസ്തിയുണ്ട്, പൂർവിക സ്വത്ത് ഉണ്ട്. വിവാഹശേഷം ഭാര്യ ജ്യോതി, കണ്ടക്ടറായിരുന്ന ജ്യോതി പറഞ്ഞു അത്രേ, ഈ സ്വത്തൊക്കെ വിറ്റ് പണം അവളുടെ അക്കൗണ്ടിൽ ഇടണം, അല്ലെങ്കിൽ തന്നെ സ്ത്രീ തന്നെ പീഡന കേസിൽ പെടുത്തി അകത്താക്കി കളയുമെന്ന ഭീഷണി. ഇക്കാര്യങ്ങളൊക്കെ സഹോദരൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ആ പരാതിയിൽ അയാൾ എഴുതിയിരുന്നത്. പരാതി കിട്ടിയ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി താരതമ്യപ്പെടുത്തി. പരാതി പറയുന്നതിന് കഴമ്പുണ്ടെന്ന് മനസ്സിലായി. വിളിച്ചു ജിതേന്ദ്രന്റെ ഭാര്യയെ. ഇവിടെ വരെ ഒന്ന് വരണം. അവരെത്തി. അവരെ ചോദ്യം ചെയ്തു. കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് കൃത്യമായി പറയാൻ പറഞ്ഞു. അത്തക്ക പോത്തക്ക എന്ന രീതിയിൽ ജ്യോതി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. 20,000 രൂപ നഷ്ടപ്പെട്ട ദിവസം താനും ഭർത്താവുമായി വാക്കേറ്റമുണ്ടാകുന്നതിനിടയിൽ സാധുവായ മനുഷ്യന്റെ കഴുത്ത് ഞാൻ അമർത്തി പിടിച്ചു. അയാൾ പിടഞ്ഞ് നിലത്ത് വീണ് മരിച്ചു. അയാളുടെ മരണം ഞാൻ നേരിൽ കണ്ടു. പിന്നീട് എനിക്ക് ഭയമായി, ഈ ബോഡി എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ. അച്ഛനെയും അമ്മയും, അച്ഛൻ കാളീശ്വരനെയും അമ്മ ശമേലിയെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവരുടെ ഉപദേശം കൂടി കേട്ട ശേഷം മഫ്ലറിൽ ഇയാളെ കെട്ടിത്തൂക്കി വെന്റിലേറ്ററിൽ. എന്നിട്ട് ആ സീൻ ക്രിയേറ്റ് ചെയ്തതൊക്കെ ഞാനാണ് എന്ന് ജ്യോതി സമ്മതിച്ചു. ജ്യോതിയെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നീട് അച്ഛൻ കാളീശ്വരനെയും അമ്മ ശമേലിയെയും പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. കോടതി 3 പേരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് വിധേനയും പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ചില അത്യാഹിതങ്ങൾ കൂടി അതിന് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്.